ഹലോ ഗൈസ്, വെൽക്കം ടു ജി എസ് ശ്രീനു ദ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജർമ്മനിയിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വന്നേക്കുകയാണ്. ഇന്ന് ജർമ്മനിയിൽ പുരാതനമായിട്ടുള്ള ഒരു നഗരം കൂടെയാണ് ജർമ്മനി. ജർമ്മനിയിലെ പഴമകൾ തേടിയുള്ളൊരു യാത്ര. ജർമ്മനിയിലെ ഏറ്റവും പഴയ ഒരു കത്തീഡ്രലാണ് കൊളോൺ. ജർമ്മനിയിലെ കൊളോൺ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പഴമയുള്ളതുമായിട്ടുള്ള ഒരു കത്തീഡ്രൽ കാണാനായിട്ട് ഒരു കഥ ചൊല്ലട്ടുമാ സാർ. അപ്പം ഈ കത്തീഡ്രലിൻ്റെ മുൻവശത്ത് എൻട്രൻസ് ഗേറ്റിൽ, അതായത് എൻട്രൻസിൽ നിന്ന് അകത്തോട്ട് കിടക്കുന്ന ഭാഗത്ത്, ഇതാണ് എൻട്രൻസ്. അവിടെ അതിഗംഭീരമായൊരു രാജാവിനെ പോലെ ആലിംഗനം ചെയ്ത ഒരു രൂപമുണ്ട്. എന്നാൽ തികച്ചും സമീപത്ത് മറ്റൊരു രൂപം കൂടെ കാണാനായിട്ട് സാധിക്കും. അത് നമ്മളൊന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈത്താനെ പോലെയാണ് ഇരിക്കുന്നത്. ലുക്ക് ലൈക്ക് എ ഡെവിൾ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ കഥകൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കഥ. അത് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഉത്തരം എടുക്കാൻ വരുന്നതിന് മുമ്പ് സാത്താനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സാത്താന് വിറ്റു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൊത്തിയെടുത്ത ശില്പങ്ങളിൽ ഈ പുള്ളി കയറി വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥകൾ അടങ്ങുന്നതാണ് ഈ കൊളോൺ കത്തീഡ്രൽ. എന്ത് പറഞ്ഞാലും ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണ്. നമ്മൾ പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ ഇനി ഒരു കഥയുണ്ട്. ഇത് പള്ളിയുടെ പണി തീരാനായിട്ട് ഏകദേശം 700 വർഷത്തോളം എടുത്ത് 555 അടി ഉയരമുള്ളൊരു പള്ളിയാണിത്. അതുപോലെ 700 വർഷം കഴിഞ്ഞിട്ടും പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു പണി ഈ പള്ളിയിൽ നടന്നിട്ടേ ഇരിക്കും. അങ്ങനെ എന്ന് ഈ പള്ളിയുടെ പണി പൂർണ്ണമായിട്ടും തീരുന്നു, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ, അതായത് കാത്തലിക് ദേവാലയങ്ങളിൽ ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ 3 വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. മിത്താണോ അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാനതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ അത് നടത്തി കിട്ടുമെന്നാണ് പൊതുവെ ആൾക്കാർ പറയാറുള്ളത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേട്ടിട്ടുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയെപ്പറ്റി കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനായിട്ടൊന്നും ഇല്ല. ഇത് പറയാനായിട്ട് ഒരുപാടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജർമ്മനി എന്ന് പറഞ്ഞാൽ. ഹിസ്റ്ററികളുടെ കൂമ്പാരമാണ്, അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ക്രിസ്ത്യൻ ദേവാലയമാണ്, പഴമയുടെ ദേവാലയമാണ്. അതുപോലെ തന്നെ പടുകൂറ്റനാണ്. അതൊരു 1.5 ആകാശം മുട്ട നീണ്ടു നിൽക്കുന്ന ഒരു 1.5 കത്തീഡ്രലാണ് കൊളോൺ കത്തീഡ്രൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തികച്ചും നമുക്ക് ടിക്കറ്റൊന്നും എടുക്കാതെ കയറി പോകാൻ പറ്റും. പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. അതുപോലെ ബൈബിൾ വായിക്കുകയും ബൈബിളിലെ ചരിത്രങ്ങളെ അറിയാവുന്നവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ കാണുന്നതൊക്കെ പണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ കത്തീഡ്രലിൻ്റെ അകത്ത് ഒരുപാട് തുരങ്കങ്ങളും അണ്ടർഗ്രൗണ്ടുകളും മിസ്റ്റീരിയസ് പ്ലേസുകളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മൺചട്ടികളും കരട്ടിയൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ ബൈബിളിലൊക്കെയുള്ള 7 പൊൻനിലവിളക്കുകളൊക്കെയാണ്. അതങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഗ്രേവ്സ് ഒക്കെ, ഇവിടെ ഒരുപാട് ഗ്രേവ്സ് ഉണ്ട്.
കല്ലറകളൊക്കെ ഇവിടെ ഇതിനകത്തുണ്ട്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിലൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ റെസ്ട്രിക്ഷനായിട്ട്, ഒരുപാട് സ്ഥലങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ ഏകദേശം 500 എത്രയോ പടി കയറുകയാണെങ്കിൽ നമുക്ക് ഈ പള്ളിയുടെ മണ്ടയിലെത്താൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിലെ ആ സിറ്റി മുഴുവനും മനോഹരമായിട്ട് കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ നല്ല ഒരു റിവർ ഒഴുകുന്നുണ്ട്. അവിടെ ബോട്ടിങ് കപ്പലുകളൊക്കെ വരുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന പുരാതനമായിട്ടുള്ള ഒരുപാട് പുരാതന ശില്പങ്ങൾ. ഓരോ മുക്കിലും മൂലയിൽ നിന്നും നമുക്ക് പടങ്ങൾ പകർത്തിയെടുക്കാൻ, ചിത്രങ്ങളെടുക്കാനൊക്കെ സാധിക്കുന്നത് അത് ഈ എന്താ പറയുക, പുരാതന നിർമ്മിതികൾ ആസ്വദിക്കാനായിട്ട് അറിയുന്നവർക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. അത് ഒരു ഒന്നൊന്നര അമേസിങ് ആയിട്ടുള്ള, വണ്ടറിങ് ആയിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജർമ്മൻ വിശേഷങ്ങൾ. അപ്പം മനോഹരമായിട്ടുള്ള ജർമ്മനിയിലെ പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ എന്താ പറയുക മിസ്റ്റീരിയസ് പ്ലേസുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ വിത്ത് GS Reno, the travel vlogger, and also do subscribe and please like and share. Thanks for watching. Maru pachano